Hi, today we are going to learn about can, could have. Okay, വളരെ ഇമ്പോർട്ടൻസ്. മോഡൽ ഓക്സിലറി വെർബിൽ നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വെർബാണ് ക്യാൻ എന്നൊക്കെ പറയുന്നത്. ഏതാണ് ഈ ക്യാൻ, കുഡ് എന്നൊക്കെ പറയുന്ന വെർബാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എക്സ്പെഷ്യലി നമ്മൾ കുഞ്ഞു മക്കളായിരിക്കുന്ന ടൈമിൽ മുതൽ. ഓക്കെ, ഐ മീൻ LP സെക്ഷൻ UP സെക്ഷനിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഏത് ഈ ക്യാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ക്യാനിന്റെ യൂസുകൾ ഓരോന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടാവും. ഓക്കെ അല്ലേ, ഞാൻ ഈ പറയുന്ന ഓരോ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾ അത് ചിലപ്പോൾ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ക്യാൻ, ഫസ്റ്റ് വൺ എബിലിറ്റി. എന്താണ് എബിലിറ്റി? നമ്മുടെ കഴിവുകൾ പറയാൻ അല്ലെ. നമുക്ക് ഐ ക്യാൻ ഡാൻസ്, ഐ ക്യാൻ സിംഗ് അല്ലെ. നമുക്ക് ഒരുപാട് കഴിവുകൾ. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. ഓക്കെ, ഐ ക്യാൻ നോ ഓൾ ലാംഗ്വേജസ്. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ടല്ലേ. ഐ ക്യാൻ റൈറ്റ്, ഐ ക്യാൻ റീഡ് ഫാസ്റ്റ് അല്ലെ, ഐ ക്യാൻ റൺ ഫാസ്റ്റ്. ഇങ്ങനെയുള്ള നമ്മുടെ ഒരുപാട് കഴിവുകൾ നമുക്ക് എങ്ങനെ പറയും? ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും വളരെയധികം യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു എന്ത്, ക്യാൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ കഴിവുകൾ പറയാൻ എന്താണ് യൂസ് ചെയ്യുന്നത് മക്കളെ? എബിലിറ്റി പറയാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പെർമിഷൻ അല്ലെ. പെർമിഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, പെർമിഷൻ ആണ് അല്ലെ. അനുവാദം ഇങ്ങനെയാണ്. അനുവാദം ചോദിക്കാനും കഴിയും, അതുപോലെ അനുവാദം ഇങ്ങോട്ട് കൊടുക്കാനും കഴിയും അല്ലെ. ഞാനത് ചെയ്യട്ടെ, ഓക്കെ, അങ്ങനെ ചോദിക്കാം അല്ലെ. അതുപോലെ നിങ്ങൾ പൊക്കോളൂ, ഓക്കെ, യു ക്യാൻ ഗോ. അതുപോലെ നമ്മൾ അനുവാദം കൊടുക്കുകയാണ് അല്ലെ. പെർമിഷൻ അങ്ങോട്ട് കൊടുക്കും ചെയ്യും, പെർമിഷൻ ഇങ്ങോട്ട് ചോദിക്കും ചെയ്യാം. ഓക്കെ, ഇതും തന്നെ എന്താണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു പെർമിഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്യാൻ വെച്ചിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പെർമിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പോസിബിലിറ്റി. എന്താണ് പോസിബിലിറ്റിയാണ്? എന്താണ് ഒരു സാധ്യതകൾ പറയാം അല്ലെ. സാധ്യതകൾ, അങ്ങനെ നടക്കും, ഓക്കെ, ഇങ്ങനെ ചിലപ്പോൾ അതായിരിക്കും, അങ്ങനെ വരാനാണ് സാധ്യത. ഇങ്ങനെ പോസിബിലിറ്റികൾ ഉണ്ട് അല്ലെ. സാധ്യതകൾ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ക്യാൻ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ റിക്വസ്റ്റ് ഫോർമൽ റിക്വസ്റ്റ് ആണ്. ഫോർമൽ ഇൻഫോർമൽ ഒക്കെ ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ ടൈമിൽ പറയാം. ഓക്കെ, റിക്വസ്റ്റ് നമ്മൾ ഒരാളോട് അപേക്ഷിക്കുകയാണ് അല്ലെ. വളരെ നമുക്ക് എപ്പോഴും ഉള്ളതാണ്. നമ്മൾ മറ്റുള്ളവരോട് അപേക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്താണ് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് റിക്വസ്റ്റ്? എന്താണ് ഫോർമൽ നമ്മൾ റിക്വസ്റ്റ്. ഓക്കെ, ദെൻ ഓഫർ നമ്മളെ ഹെൽപ്പ് ഒക്കെ നേരത്തെ ഓഫർ ചെയ്ത് ഓർമ്മ ഉണ്ടോ? അതുപോലെ നമ്മൾ ഓഫർ ചെയ്ത് കൊടുക്കുക, അങ്ങോട്ട് ചോദിക്കുകയാണ്. ഓക്കെ, നോക്കാം. എബിലിറ്റി, പെർമിഷൻ, പോസിബിലിറ്റി, റിക്വസ്റ്റ്, ഓഫേഴ്സ്. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കിയാൽ വളരെ സിമ്പിൾ വേർഡ്സുകൾ അല്ലെ. വളരെ സിമ്പിൾ വാക്കുകളാണ്, 5 എണ്ണം. ഓക്കെ, എന്താണ് 5 യൂസ് ഓഫ് ക്യാൻ. ഓക്കെ, ക്യാനിന്റെ 5 യൂസ് ഒന്ന് പെട്ടെന്ന് ഇതാ ഞാൻ അങ്ങനെ മാറി നിന്ന് തന്നു. ഇനി നിങ്ങൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് വായിക്കും. വായിക്കുന്നതിന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടും എഴുതി വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു. എന്തൊക്കെയാണ്? എബിലിറ്റി ഉണ്ട്, പെർമിഷൻ ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്, റിക്വസ്റ്റ് ഉണ്ട്, ദെൻ ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ നോക്കാം, ഓരോന്നും നോക്കാം. എബിലിറ്റി. ഓക്കെ, എന്താണ് എബിലിറ്റിയാണ്? എന്താണ് എബിലിറ്റി മീൻസ് എന്താണ്? കഴിവാണ്. ഓക്കെ, എന്താണ് എബിലിറ്റി എന്ന് നോക്കാം. ഐ ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജസ്. എന്താണ് ഐ ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജസ്? ഒരുപാട് ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയും. അത് നിസ്സാര കഴിവല്ലല്ലോ അല്ലെ, കഴിവ് തന്നെയാണ്. ഓക്കെ, then he can play drum very well. ഡ്രം എന്ത് ചെയ്യാൻ കഴിയും? ഡ്രം അവന് നന്നായിട്ട് പ്ലേ ചെയ്യാൻ കഴിയും അല്ലെ. he can play drum very well. അതുപോലെ she can play piano very well. എന്താണ് അവൾക്ക് നന്നായിട്ട് പിയാനോ വായിക്കാൻ കഴിയും. ഇങ്ങനെ കഴിവുകൾ പറയാം അല്ലെ. she can dance very well അല്ലെ, she can sing very well എന്നൊക്കെ പറയാം. then അതുപോലെ എന്താണ് he can run fast. ഓക്കെ, അതുപോലെ ഐ ക്യാൻ സീ. ഇതൊരു തരം പ്രസന്റ് ആണ് കേട്ടോ. ഇതൊരു തരം എന്താണ് പ്രസന്റിൽ ഉള്ളൊരു ഡയലോഗാണ്. ഓക്കെ, നിങ്ങളിപ്പോ ഗൾഫിൽ നിന്നും നിങ്ങളുടെ അച്ഛനൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഗൾഫിൽ നിന്നും ഒരു വീഡിയോ കോൾ ചെയ്യണം. അപ്പൊ മക്കളെ കാണുന്നുണ്ടോ, ക്ലിയർ ഉണ്ടോ, മക്കളെ കാണുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് പറയാം? ഐ ക്യാൻ സീ യു അല്ലെ. യെസ്, ഐ ക്യാൻ സീ യു. യെസ്, എനിക്ക് കാണുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എനിക്ക് അതിന് കഴിയുന്നുണ്ട്. എന്തിന് കഴിയുന്നുണ്ട്? കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പറയാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഐ ക്യാൻ സീ യു. സി, ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഐ ക്യാൻ സീ യു. ഓക്കെ, എനിക്ക് നിന്നെ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ടല്ലോ, നീ ഇപ്പൊ ചെയ്യുന്ന എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഐ ക്യാൻ സീ യു എന്നൊക്കെ പറയില്ലേ, അത് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ക്യാൻ യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണ്?
ദെൻ ഈ ക്യാൻ ഞാൻ നിങ്ങൾക്ക് മോഡൽ ഓക്സിലറി പഠിപ്പിച്ച ടൈമിൽ ഞാൻ പഠിപ്പിച്ചത് ഓർമ്മ ഉണ്ടായിരുന്നോ എന്നറിയില്ല. അതിന്റെ കുറച്ച് റൂൾസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് റിപ്പീറ്റ് വേണമെങ്കിൽ ചെയ്യാം. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് മാറുന്നില്ല, മോഡൽ ഓക്സിലറി ചേഞ്ച് ആവുന്നില്ല. അതുപോലെ വെർബിന്റെ V1 മാത്രമായിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ നെഗറ്റീവ് ആക്കാൻ ഡു ഡസ് ഡിഡിന്റെ സഹായം വേണ്ട, വെറും നോട്ട് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഇവിടെ നോക്കാം. ഇവിടെ അതിന്റെ പോസിറ്റീവ് ഒന്ന് എഴുതി നോക്കാം. എന്താണ് ഇതിന്റെ പോസിറ്റീവ് വേർഡ്? ഐ ക്യാൻ റൺ ഫാസ്റ്റ് അല്ലെ. ഐ ക്യാൻ റൺ ഫാസ്റ്റ്. എന്താണ്? എനിക്ക് റൺ ചെയ്യാൻ കഴിയും, ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യാൻ കഴിയും. ഓക്കെ, അത് കഴിവും എബിലിറ്റി എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റിയാണ്. ഇനി അത് നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിലോ, നെഗറ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് വേറെ ആരുടെയും സഹായം വേണ്ട, വെറും ഒരു നോട്ടിന്റെ സഹായം മതി. ദാറ്റ് ഈസ് എന്താണ്? ഐ കനോട്ട് റൺ ഫാസ്റ്റ്. എന്താണ്? ഐ ക്യാൻ റൺ ഫാസ്റ്റിന്റെ നേരെ നെഗറ്റീവ് ആണ് എന്ത്? ഐ കനോട്ട് റൺ ഫാസ്റ്റ്. എന്താണ്? എനിക്ക് സ്പീഡിൽ ഓടാൻ കഴിയില്ല. അപ്പൊ നമുക്ക് കഴിയുന്നത് നമ്മുടെ കഴിവ് മാത്രമല്ല, നമ്മുടെ കഴിവുകൾ ഇല്ല എന്ന് പറയാനും നമുക്ക് എന്തിനെയാണ് യൂസ് ചെയ്യുന്നത്? ക്യാൻ തന്നെയാണ് അല്ലെ. ഐ കാൻ ജംപ് ഹൈ. അതുപോലെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ജമ്പ് ഹൈയിലോട്ട് ചാടാൻ കഴിയില്ല. ഐ ക്യാൻ ജംപ് ഹൈ. ഓക്കെ, ഐ ക്യാൻ സ്വിം. എനിക്ക് എന്താ കഴിയില്ല, എനിക്ക് നീന്താൻ കഴിയില്ല. ഇതൊക്കെ എന്താണ്? നമ്മുടെ കഴിവില്ലായ്മകൾ പറയാനും എന്തിനെയാണ് യൂസ് ചെയ്യുന്നത്? ക്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ക്യാൻ സ്വിം എന്ന് പറയാനും, ഐ കാൺ സ്വിം എന്ന് പറയാനും, ഐ ക്യാൻ ജമ്പ് എന്ന് പറയാനും, ഐ കാൺ ജമ്പ് എന്ന് പറയാനും എന്ത് യൂസ് ചെയ്യാം മക്കളെ? എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ക്യാൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കഴിയുന്ന ഒരു 2 കഴിവുകളൊന്ന് പറഞ്ഞു നോക്കിയേ, പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ, എന്താണ്? ഓക്കെ, ഓക്കെ. ഇതിന് അടുത്തത് എന്തായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക? ക്യാൻ യൂസ് ചെയ്യും. എന്നിട്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്? എന്തെങ്കിലും ഒരു കഴിവ് പെട്ടെന്ന് ഓർമ്മ ചെയ്യുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ നന്നായിട്ട് റൺ ഫാസ്റ്റ് ആയിരിക്കും അല്ലെ, ചില സ്പീഡിൽ റൈറ്റ് ചെയ്യാനുള്ള കഴിവായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, എങ്ങനെയാണ് പറയാ? ഐ ക്യാൻ, യെസ്. എന്നിട്ട് നിങ്ങളുടെ ആ കഴിവ് എന്താണോ അത് ഇതിന്റെ ബാക്കി ചേർക്കുക. ഓക്കെ, എന്താണ്? ഐ ക്യാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താണോ നിങ്ങളുടെ എബിലിറ്റി അത് അതിന് ശേഷം ചേർത്ത് പറയാ. ഓക്കെ അല്ലേ മക്കളെ? ദെൻ പെർമിഷൻ. എന്താണ്? പെർമിഷൻ. ഓക്കെ, പെർമിഷൻ കൊടുക്കാനും അതുപോലെ പെർമിഷൻ വാങ്ങാനും. ഓക്കെ, ഇതെന്താ പെർമിഷൻ? എന്താണ്? ആസ്ക് ഉണ്ട് അല്ലെ. പെർമിഷൻ ആസ്കിങ്ങും വരുന്നുണ്ട്, ചോദിക്കാണ്. പെർമിഷൻ ചോദിക്കാനും അതുപോലെ എന്ത് ചെയ്യാണ്? പെർമിഷൻ വെറുതെ അങ്ങ് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് പെർമിഷൻ അങ്ങ് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഗിവിങ്ങും ഉണ്ട്, ആസ്കിങ്ങും ഉണ്ട്. ഓക്കെ, ദെൻ യു ക്യാൻ ഗോ നൗ. ഇതെന്താണ് മക്കളെ? യു ക്യാൻ ഗോ നൗ. ഓക്കെ, എന്താണ്? യു ക്യാൻ ഗോ നൗ. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലെ, നമ്മൾ ചോദിക്കുന്നല്ലേ. യു ക്യാൻ ഗോ നൗ. എനിക്കിപ്പോ പോ. ഓക്കെ, യു ക്യാൻ ഗോ നൗ അല്ലെ. നമ്മൾ നമ്മൾ കേൾക്കുന്ന ഒരു ഡയലോഗാണ് യു ക്യാൻ ഗോ നൗ. എനിക്കിപ്പോ പോ. ഓക്കെ, ദെൻ യു ക്യാൻ യൂസ് മൈ സ്കൂട്ടർ. ഇതും എന്താണ്? ഗിവിംഗ് തന്നെയാണ്. എന്താണ്? നിനക്ക് എന്റെ സ്കൂട്ടർ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. എന്താണ്? നിനക്ക് എന്റെ സ്കൂട്ടർ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം അല്ലെ. യു ക്യാൻ യൂസ് മൈ പെൻ, യു ക്യാൻ യൂസ് മൈ കാർ, യു ക്യാൻ യൂസ് മൈ സ്കൂട്ടർ, യു ക്യാൻ യൂസ് മൈ ഡ്രസ് എന്നൊക്കെ പറയാം അല്ലെ. നിനക്കത് യൂസ് ചെയ്യാം, എന്റേത് നിനക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഗിവിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, ഗിവിംഗ് പെർമിഷൻ ആണ്. ഓക്കെ, ദെൻ ക്യാൻ ഐ ഗോ നൗ. ഇതും എന്താണ്? ക്യാൻ ഐ ഗോ നൗ എന്ന് പറയുന്നത് എന്താണ്? ക്യാൻ ഐ ഗോ നൗ ഇതൊരു തരം ഒരു ആസ്കിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലൂടെയുള്ള ഒരു പെർമിഷനാണ്. ക്യാൻ ഐ ഗോ നൗ, ഞാനിപ്പോ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ ഐ ഗോ നൗ, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വളരെ ഒരു ആസ്കിങ്ങിലൂടെ എന്ത് ചെയ്യാണ്? പെർമിഷൻ ചോദിക്കുകയാണ്. ഓക്കെ, ദെൻ വീണ്ടും എന്ത് ചെയ്യാണ്? നെഗറ്റീവില് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെർമിഷൻ കാണാം. നെഗറ്റീവ് പെർമിഷൻ. യു കാണ്ട് സ്മോക്ക് ഹിയർ. എന്താണ്? യു കാണ്ട് സ്മോക്ക് ഹിയർ. നിനക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്മോക്ക് ചെയ്യാൻ ഇവിടെ പാടില്ല. ഓക്കെ, എന്താണ്? യു കാണ്ട് സ്മോക്ക് ഹിയർ. ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? സ്മോക്ക് ചെയ്യാൻ പാടില്ല. നോട്ട് വരുന്നുണ്ട്. എന്താണ്? നെഗറ്റീവിലൊരു പെർമിഷൻ ആണ് അല്ലെ, നെഗറ്റീവ് പെർമിഷൻ ആണ് അല്ലെ. നോക്കാം. അപ്പോ പെർമിഷൻ പറയാം. ഓക്കെ, എബിലിറ്റി പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ക്യാൻ യൂസ് ചെയ്തു. ഇനി ഇവിടെ എന്ത് യൂസ് ചെയ്തു? പെർമിഷൻ കൊടുക്കാനും പറയാനും വാങ്ങാനും ഒക്കെ എന്താണ് മക്കളെ യൂസ് ചെയ്തത്? എന്താണ്? ക്യാൻ ആണ് യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ പോസിബിലിറ്റി. ഓക്കെ, ചില സാധ്യതകളൊക്കെ നമുക്കൊന്ന് പറയണം. എന്താണ്? ചില സാധ്യതകളൊക്കെ നോക്കാം. എങ്ങനെയാണ് നമ്മൾ ആ സാധ്യതകൾ പറയുന്നത് നോക്കാം. എനിവൺ ക്യാൻ ബി എ വിന്നർ. ഓക്കെ, നിങ്ങളിപ്പോ എന്ത് ചെയ്യാണ്? ഒരു ഗ്രൗണ്ടില് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 2 ടീം തമ്മിൽ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു പോസിബിലിറ്റി അങ്ങ് വെച്ച് കാഴ്ചയാണ്. എന്താണ് നമ്മൾ പറയുന്നത്? എനിക്ക് തോന്നുന്നത്
ഏതാണ്? എനിവൺ ക്യാൻ ബി ദ വിന്നർ. ആര് വേണമെങ്കിലും എന്ത് ചെയ്യാം? വിന്നർ ആവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ബ്ലാക്ക് ടീം ക്യാൻ ബി ദ വിന്നർ. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ദ ബ്ലാക്ക് ടീം ക്യാൻ ബി ദ വിന്നർ. ആ ബ്ലാക്ക് ടീം ചിലപ്പോൾ എന്ത് ആയിരിക്കും? വിന്നിയായിരിക്കും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ തിങ്ക് ദ ബ്ലൂ ടീം ക്യാൻ ബി ദ വിന്നർ. അല്ലെങ്കിൽ ആ ബ്ലൂ ടീം ആയിരിക്കും എന്ത് ചെയ്യാ? വിന്നർ ആവും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പോസിബിലിറ്റി അങ്ങ് പറയാണ്. ഓക്കെ, ഒരു പോസിബിലിറ്റി പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാണ് മക്കളെ? ഒന്ന് പറഞ്ഞ്. എന്താണ് യൂസ് ചെയ്യുന്നത്? ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യു ക്യാൻ ഏൺ എ ലോട്ട് ഓഫ് മണി ഇൻ ദിസ് ബിസിനസ്. ഓക്കെ, ഇതും എന്താണ്? ഒരു പോസിബിലിറ്റിയാണ്. ഒരു പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ പറയാണ്, ആ വ്യക്തിയോട് പറയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയാണ്. എന്താണ്? യു ക്യാൻ ഏൺ എ ലോട്ട് ഓഫ് മണി ഇൻ ദിസ് ബിസിനസ്. ഈ ബിസിനസ്സിൽ നിന്ന് കുറച്ച് പൈസ എന്ത് ചെയ്യാണ്ട്, കുറച്ച് പൈസ ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടാനുള്ള ഒരു സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയണ്ടേ? ഓക്കെ, അപ്പൊ എന്താണ്? യു ക്യാൻ ഏൺ എ ലോട്ട് ഓഫ് മണി ഇൻ ദിസ് ബിസിനസ്. ഈ ബിസിനസ്സിൽ നിന്നും കുറച്ച് പൈസ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, കാണുന്നുണ്ട്. ആ പോസിബിലിറ്റി എങ്ങനെയാണ് പറയുന്നത്? ക്യാൻ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് പോസിബിലിറ്റി കാണാം. ഒരു നെഗറ്റീവ് പോസിബിലിറ്റി, ദാറ്റ് കനോട്ട് ബി ട്രൂ. അങ്ങനെ പറയുന്നൊന്നുമില്ല, അത് സത്യമല്ല. ഓക്കെ, ദാറ്റ് കനോട്ട് ബി ട്രൂ. ആ പറഞ്ഞത് എന്തായാലും സത്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയില്ല നമ്മള്. ഓക്കെ, ഐ തിങ്ക് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ദാറ്റ് കനോട്ട് ബി ട്രൂ. അതെന്തായാലും സത്യമാണെന്ന് ഞാൻ ഉറപ്പില്ല കേട്ടോ. ഇതൊന്നും ഉറപ്പില്ല, പോസിബിലിറ്റിയാണ്. ആര് ജയിക്കും? ചിലപ്പോൾ സത്യമാവാം, ചിലപ്പം കിട്ടിയെന്ന് വരാം, ഒന്നും അറിയില്ല. പക്ഷെ എന്താണ്? നമ്മളൊരു പോസിബിലിറ്റി അങ്ങോട്ട് പറയാണ്. എങ്ങനെയാണ് പറയുന്നത്? ദാറ്റ് കനോട്ട് ബി ട്രൂ. അത് എന്താവും? ചിലപ്പോൾ എന്താവില്ല? ട്രൂ ആവണമെന്നില്ല. എന്താവണമെന്നില്ല? സത്യമാവണമെന്നില്ല. ഓക്കെ, ദെൻ റിക്വസ്റ്റ്. എന്താണ്? റിക്വസ്റ്റ് ആണ് അല്ലെ? പോസിബിലിറ്റി പറഞ്ഞു, എബിലിറ്റി പറഞ്ഞു, ഇനി അടുത്തത് എന്താണ്? റിക്വസ്റ്റ് ആണ് അല്ലെ? റിക്വസ്റ്റ്, ഫോർമൽ റിക്വസ്റ്റ്. ഓക്കെ, നമുക്കൊന്ന് അപേക്ഷിക്കാം, നോക്കാം. Can you tell me your name? വളരെ ഫോർമൽ ആണ് അല്ലെ? നമുക്കൊരു പരിചയമില്ലാത്ത ആളോട് നമുക്ക് എങ്ങനെ ഫോർമലായിട്ട് ചോദിക്കാം? എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് യുവർ നെയിം എന്നൊക്കെ ചോദിക്കുന്ന ക്ലേശ ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ല ഇപ്പൊ. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ വെച്ചിട്ടൊന്ന് സ്റ്റൈലായിട്ടൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെ ചോദിക്കാം? Can you tell me your name? Can you tell me your name? നിങ്ങളുടെ പേരൊന്ന് പറയാമോ? അത്രേ ഉള്ളൂ അല്ലെ? Can you tell me your name? നിങ്ങളുടെ പേരൊന്ന് പറയാമോ എന്ന് വളരെ ഫോർമലായിട്ട് എങ്ങനെ ചോദിച്ചു? Can you tell me your name? Okay, then can you close the door? Okay, അല്ലെങ്കിൽ can you open the door? Okay, നമ്മൾ പറയണം. Okay, can you close the door please? ആ ഡോർ ഒന്ന് എന്ത് ചെയ്യൂ? ഒന്ന് ക്ലോസ് ചെയ്യാമോ? Okay, then can you have some water please? എന്താണ്? കുറച്ച് വെള്ളം കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. അതൊക്കെ വളരെ ഫോർമൽ ആയിട്ടാണ് ഇത് ചോദിക്കുന്നത്. Can you have some water? ഇനി കുറച്ച് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? Okay, then can you close the door? അല്ലെ? Can you tell me your name? ഇതൊക്കെ എന്താണ് മക്കളെ? വളരെ ഫോർമൽ ആയിട്ടുള്ള എന്താണ്? റിക്വസ്റ്റുകളാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആണ്. ദെൻ ഓഫേഴ്സ്. എന്താണ്? ഓഫർ ചെയ്യാണ് അല്ലെ? ഇനി നമ്മൾ അങ്ങോട്ട് ഓഫർ കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് ചോദിച്ചു വന്നതല്ല, നമ്മൾ അങ്ങ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് കൊടുക്കുന്നത്? Can I help you? എന്താണ്? Can I help you? Can I help you? ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, Can I carry your bag for you? Can I carry your bag for you? ആ ബാഗ് ഒന്ന് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഞാൻ അതൊന്ന് എടുത്ത് നിനക്ക് വേണ്ടിയിട്ട് അത് ക്യാരി ചെയ്ത് കൊണ്ടുതരാം. ഓക്കെ, ഇത് രണ്ടും എങ്ങനെയാണ് മക്കളെ? ക്യാൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? ഓഫർ കൊടുത്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ അപ്പൊ ക്യാൻ കഴിഞ്ഞു അല്ലെ? ക്യാൻ നമ്മൾ ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്തു അല്ലെ? റിക്വസ്റ്റ് പറയാൻ യൂസ് ചെയ്തു, പെർമിഷൻ കൊടുക്കാൻ യൂസ് ചെയ്തു, പോസിബിലിറ്റി പറയാൻ യൂസ് ചെയ്തു, അതിനുപരി നമ്മുടെ എല്ലാ കഴിവുകൾ പറയാനും, ഇനി കഴിവില്ലെങ്കിൽ അത് പറയാനും നമ്മൾ എന്ത് യൂസ് ചെയ്തു? ക്യാൻ യൂസ് ചെയ്തു. നേരെ നമുക്കൊന്ന് പാസ്റ്റിലോട്ട് പോകാം അല്ലെ? ഇപ്പോഴത്തെ കഴിവുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പാസ്റ്റിലും ഉണ്ടായിരുന്ന കുറച്ചൊക്കെ കഴിവുകൾ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്യാനിന്റെ നേരെ പാസ്റ്റ് ആയിട്ടുള്ള കുഡിലോട്ട് കിടക്കാം. ഓക്കെ, ക്യാനിന്റെ പാസ്റ്റ് good. Can നമ്മൾ എബിലിറ്റി പറയാൻ യൂസ് ചെയ്തു എങ്കിൽ നമുക്ക് പാസ്റ്റിലുള്ള കഴിവുകളും കൂടെ പറയണ്ടേ? പാസ്റ്റിലുള്ള എബിലിറ്റി പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാം മക്കളെ? ഒന്ന് പറഞ്ഞേ. could യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ മക്കൾസ്? ആണെന്ന് വിചാരിക്കുന്നു. പാസ്റ്റിലെ എബിലിറ്റി പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? could യൂസ് ചെയ്യാം. ഓക്കെ, then polite request. എന്താണ്?
പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. എന്താണ് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ്? വളരെ പൊളൈറ്റ് ആയിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ദെൻ പോസിബിലിറ്റി, എന്താണ്? സാധ്യത പറയാൻ. ഓക്കെ, നമ്മൾ ക്യാനും പോസിബിലിറ്റിക്ക് യൂസ് ചെയ്തിരുന്നു. അപ്പൊ കുഡും എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? ഓക്കെ, പാസ്റ്റബിലിറ്റി എന്താണ്? ഇനി പാസ്റ്റബിലിറ്റി നോക്കാം. I could run faster when I was a younger. എന്താണ്? ഞാൻ കുട്ടിയായിരുന്ന സമയത്ത്, എന്താണ്? കുട്ടിയായിരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ വളരെ റൺ ചെയ്തു, വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? റൺ ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, കുട്ടിയായിരുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? റൺ ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ പറയാം, I could run fast. അതുപോലെ I could drive very well when I was young. ഞാൻ യങ് ആയിരുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയായിരുന്നു. ഇപ്പൊ കുറച്ച് ഏജ് ഒക്കെ ആയപ്പോ അതിന് കഴിയുന്നില്ല. അങ്ങനെ എന്ത് പറയാം? അങ്ങനെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല എന്ന് പറയുന്ന ഒരു തരം കഴിവുകൾ ഉണ്ടല്ലോ. ആ കഴിവുകൾ പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ? എന്ത് യൂസ് ചെയ്യാം? could യൂസ് ചെയ്യാം. എന്താണ്? could. ഓക്കെ, then I could speak Tamil when I was a kid. കിഡ് ആയിരുന്ന സമയത്ത്, എന്താണ്? കുട്ടി ആയിരുന്ന സമയത്ത് എന്തായിരുന്നു? തമിഴ് നന്നായിട്ട് പറയാൻ എനിക്ക് കഴിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യും? തമിഴായിട്ടുള്ള ടച്ച് ഒക്കെ വിട്ടുപോയി. ഓക്കെ, അപ്പൊ എന്താണ്? പണ്ടുണ്ടായിരുന്ന പാസ്റ്റ് എബിലിറ്റി ആണ് I could speak Tamil when I was a kid. കിഡ് ആയിരുന്ന സമയത്ത് എന്തായിരുന്നു? എനിക്ക് തമിഴ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഓക്കെ, then I could walk 5 km in kilometer in an hour when I was a young. യങ്ങായിരുന്ന ടൈമിൽ, എന്താണ്? യങ്ങായിരുന്ന ടൈമിൽ ഭയങ്കര നടത്തായിരുന്നു അല്ലെ? നമ്മൾ അല്ലെങ്കിലും അങ്ങനെ തന്നെയാ. കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സ്പീഡിൽ ഓടാനും ചാടാനും ഒക്കെ നമുക്ക് കഴിയും. കുറച്ചങ്ങ് കഴിയുമ്പോൾ നമുക്ക് എന്താവും? അങ്ങോട്ട് നടന്നിട്ടൊന്നും അങ്ങോട്ട് എത്തില്ല മക്കളെ, അല്ലെ? സോ I could walk 5 kilometer. എങ്ങനെയായിരുന്നു? 5 kilometer an hour. ഒരു അവറിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? 5 kilometer ഒക്കെ എന്ത് ചെയ്യായിരുന്നു? പണ്ട് നടക്കാറുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു? when I was a young. So പാസ്റ്റബിലിറ്റി പറയാൻ, എന്താണ്? പാസ്റ്റബിലിറ്റി പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? could ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. then polite request, എന്താണ്? polite request വളരെ താഴ്മയായിട്ട് എന്ത് ചെയ്യാണ്? ഒന്ന് അപേക്ഷിക്കുകയാണ് അല്ലെ? ക്യാന് നമ്മൾ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ? ക്യാനിൽ എന്തുണ്ടായിരുന്നു? റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ ഇത്രത്തോളം പൊളൈറ്റ് അല്ല. ഓക്കെ, ക്യാനിനേക്കാൾ കൂടുതൽ പൊളൈറ്റ് ആണ് എന്ത്? കുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാനിലും നമുക്ക് എന്ത് ചെയ്യാം? റിക്വസ്റ്റ് ചെയ്യാം. ക്യാനിലും നമുക്ക് എന്ത് ചെയ്യാം? റിക്വസ്റ്റ് ചെയ്യാം. പക്ഷെ can I go എന്ന് പറയുന്ന പോലെ ക്യാനിലും നമുക്ക് എന്ത് ചെയ്യാം? റിക്വസ്റ്റ് ചെയ്യാം. പക്ഷെ അതിലും പൊളൈറ്റ് ആണ്. ഓക്കെ, അതിലും പൊളൈറ്റ് ആണ് കുഡ് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും? അങ്ങ് അനുവദിക്കാൻ തോന്നും അല്ലെ? നമുക്ക് ഒന്നും കൂടെ അങ്ങ് പൊയ്ക്കൊന്ന് പറയാനൊക്കെ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും കൂടെ പൊളൈറ്റ് ആണ്. അപ്പൊ ക്യാനിനേക്കാൾ കൂടുതൽ പൊളൈറ്റ് ആണ് എന്ത്? കുഡ്. ഓക്കെ, നോക്കാം. could I leave early today? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങ് പൊയ്ക്കോന്നങ്ങ് പറയാൻ തോന്നും അല്ലെ? നമ്മൾ നമ്മുടെ ബോസിനോടോ മാനേജറോടോ നമ്മുടെ ടീച്ചറോടോ ഒക്കെ നമ്മൾ ചോദിക്കാണ്, ടീച്ചറെ ഞാൻ ഇന്നൊന്ന് നേരത്തെ പൊക്കോട്ടെ. വളരെ ദയനീയമായിട്ടാണ് ആ ചോദ്യം അല്ലെ? വളരെ ദയനീയമായിട്ടാണ് ആ ചോദ്യം. അങ്ങനെ നിങ്ങൾക്ക് ദയനീയമായിട്ട് ചോദിക്കണോ? നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം മക്കളെ? കുഡ് യൂസ് ചെയ്യണം. ഓക്കെ, എന്താണ്? could I leave early today? ഞാൻ കുറച്ചൊന്ന് നേരത്തെ പൊക്കോട്ടെ. ഓക്കെ, ഇപ്പൊ ക്യാൻ അവിടെ യൂസ് ചെയ്യാം. can I leave early today എന്ന് ചോദിക്കാം. ഞാൻ നേരത്തെ പൊക്കോട്ടെ എന്ന് തന്നെയാണ് മീനിങ്. പക്ഷെ could I leave early today, ഞാൻ നേരത്തെ പൊക്കോട്ടെ, വളരെ എന്താണ്? പൊളൈറ്റ് ആയിട്ടാണ് ആ ചോദ്യം വരുന്നത്. ഓക്കെ, then could I borrow your stapler? ഓക്കെ, നമ്മുടെ സ്റ്റാപ്ലെയർ ഇല്ലേ? ഓക്കെ, പിന്നെ കടിക്കുന്ന സ്റ്റാപ്ലെയർ. ആ സ്റ്റാപ്ലെയർ എന്ത് ചെയ്ത് ഞാൻ ഇന്റേതൊന്ന് യൂസ് ചെയ്തോട്ടെ എന്നുള്ളത്, ബോറോ ചെയ്തോട്ടെ എന്നുള്ളൊരു എന്താ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ഓക്കെ, then could I use your pen please? could I use your pen please? വെറുതെ ഒന്നും പെൻ ചോദിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? വളരെ അഹങ്കാരത്തോട് കൂടിയിട്ടും പെൻ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് അലോ ചെയ്തു തന്നില്ല, നമുക്ക് തന്നു തന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെ ചോദിക്കാം? could I use your pen please? എന്താണ്? could I use your pen please? നിങ്ങളുടെ പേൻ എന്ത് ചെയ്താൽ ഞാനൊന്ന് യൂസ് ചെയ്തോട്ടെ. വളരെ പൊളൈറ്റ് ആയിട്ടാണ് എന്ത് ചോദിക്കുന്നത്? കുഡ് യൂസ്. അപ്പൊ ക്യാനിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ക്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പൊളൈറ്റ് റിക്വസ്റ്റ് മോർ എന്താണ്? കൂടുതൽ പൊളൈറ്റ് ആണ് എന്ത്? കുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?
ദെൻ പോസിബിലിറ്റി. ഓക്കെ, സാധ്യത. നമ്മൾ ക്യാനിൽ ഒരു പോസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു അവരായിരിക്കും വിൻ ചെയ്യുക അല്ലെ, മേ ബി ആരായിരിക്കും, ഐ തിങ്ക് ഹി ക്യാൻ ബി അല്ലെങ്കിൽ ബ്ലാക്ക് ടീം ക്യാൻ ബി ദ വിന്നർ. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലായിരുന്നു ചിലപ്പോൾ അവരായിരിക്കും വിൻ ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നു? അത് ഒരു പോസിബിലിറ്റിയാണ്. അപ്പൊ ഈ പോസിബിലിറ്റി നോക്കാം. ഇത് എന്ത് പോസിബിലിറ്റി ആയിരുന്നു മക്കളെ? ഇത് പാസ്റ്റ് ഒക്കെ വരുന്ന ഒരു ചെറിയൊരു ബന്ധം വരുന്ന പോസിബിലിറ്റി. നമുക്ക് നോക്കാം. ഇതൊരു ഒരു ഗസ്സിങ് പോസിബിലിറ്റി ആണ് കേട്ടോ. അപ്പൊ നമ്മള് അവളെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് അവൾ എവിടെയാണ്, നിങ്ങളുടെ ഫ്രണ്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാണ് ഷീ കുഡ് ബി ഇൻ ദ ലൈബ്രറി. അവൾ ലൈബ്രറിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ലൈബ്രറിയിലാണ്, ഉറപ്പൊന്നുമില്ല കേട്ടോ, അവൾ ലൈബ്രറിയിലാണ്. ഓക്കെ, ദാറ്റ് കുഡ് ബി ലിസ അറ്റ് ഡോർ. നമ്മുടെ ഡോർ എന്ത് ചെയ്യണം, നമ്മുടെ ഡോർ എന്ത് ചെയ്യണം, ഒരാൾ വന്നിട്ട് മുട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാണില്ല, ആ വ്യക്തിയെ കാണില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഒരു സാധ്യത പറയാണ്. എങ്ങനെയാണ് ആ സാധ്യത പറയുന്നത്? ദാറ്റ് കുഡ് ബി ലിസ അറ്റ് ദ ഡോർ. ഇത് തോന്നുന്നു ചിലപ്പോൾ അത് ആരായിരിക്കും? ലിസ ആയിരിക്കും ആ ഡോർ എന്ത് ചെയ്യുന്നത്, നോക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ ഡോർ മുട്ടുന്നത് ആരായിരിക്കും? ലിസ ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? ലിസ ആയിരിക്കും. പോസിബിലിറ്റിയാണ്, നമ്മൾ കാണുന്നില്ല കേട്ടോ. ഓക്കെ, ദെൻ he could be one who stole the money. ഇവിടെ നമ്മൾ എന്താണ് വലിയൊരു പോസിബിലിറ്റി പറയുന്നത്? നമുക്ക് ഉറപ്പൊന്നുമില്ല ആരാണ് ആ പൈസ എടുത്തു കൊണ്ടുപോയത്, ആരാണ് ആ പൈസ മോഷ്ടിച്ചത്. പൈസ മോഷ്ടിച്ചാൽ നമുക്ക് ഉറപ്പില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏകദേശ ഗസ് പോസിബിലിറ്റി പറയണം. എങ്ങനെയാണ്? he could be the one who stole the money. Okay, who could be the one who stole the money. ചിലപ്പോ അവനായിരിക്കും ആര് ആ പണം മോഷ്ടിച്ചതിൽ ഒരാൾ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അങ്ങ് പറയാം. ഓക്കെ, നമുക്ക് പറയാം എന്താണ് അവലെ നമ്മുടെ ഈ റോഡ് ഇവിടെ ഒരു ഭയങ്കര തിരക്ക് കാണുന്നുണ്ട് ഈ റോഡിൽ. അതിന് കാരണം എന്തായിരിക്കും? അപ്പൊ പറയാണ് ദ റോഡ് കുഡ് ബി ബ്ലോക്ക്ഡ്. ചിലപ്പോ എന്തായിരിക്കും? ദ റോഡ് കുഡ് ബി അല്ലെങ്കിൽ ദാറ്റ് റോഡ് കുഡ് ബി ബ്ലോക്ക്ഡ്. എന്തായിരിക്കും? ചിലപ്പോ ആ റോഡ് ബ്ലോക്ക് ആയിരിക്കും. ആ ബ്ലോക്ക് കാരണമാണ് ഇവിടെ ഇത്ര തിരക്ക് വന്നത്. ഒരു പോസിബിലിറ്റി അങ്ങോട്ട് പറയാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള പോസിബിലിറ്റി പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് മക്കളെ? കുഡ് യൂസ് ചെയ്യുന്നത്. സാധ്യതകൾ ഒട്ടുമില്ല, ഒരു പോസിബിലിറ്റി മാത്രമാണ് അല്ലെ. ഒരു മിതമായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് എന്ത് കുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോ ക്യാനും ഓക്കെയാണ്, കുഡും ഓക്കെയാണ്. ക്യാന് പറഞ്ഞു, എബിലിറ്റി പറഞ്ഞു. ക്യാനിന്റെ നേരെ പാസ്റ്റ് എബിലിറ്റി കുഡിന് പറഞ്ഞു. ക്യാന് റിക്വസ്റ്റ് പറഞ്ഞു, പക്ഷെ ക്യാനിനേക്കാൾ കൂടുതൽ റിക്വസ്റ്റ് ആര് പറഞ്ഞു? കുഡ് പറഞ്ഞു. ക്യാന് പെർമിഷൻ കൊടുത്തു, പക്ഷെ ക്യാനിനേക്കാൾ പൊളൈറ്റ് ആയിട്ട് പെർമിഷൻ ആര് കൊടുക്കുന്നു? കുഡ് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ദെൻ ഇവിടെ വന്നിട്ട് എന്താണ്? കുഡ് ഹാവ്. ഇതും എന്താണ്, ഇങ്ങനെ ഒരുപാടൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എന്താണ്, പഠനത്തിന്റെ ഭാഗമായിട്ട്, ഗ്രാമർ പഠനത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഗ്രാമർ എന്ന് പറയുന്ന വിഷയം പഠിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട്, എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് കവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് കുഡ് ഹാവും കൂടെ എടുക്കാം. ഓക്കെ, ദെൻ യൂസ് നോക്കാം. ഐ തിങ്ക് ദേ കുഡ് ഹാവ് ലോസ്റ്റ് ദെയർ വേ. നമ്മൾ എന്ത് ചെയ്യാണ്, എത്ര നേരം കഴിഞ്ഞിട്ടും അവരെ കാണുന്നില്ല. ഓക്കെ, എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരെ കാണുന്നില്ല. അപ്പൊ ഇതെന്താണ്? ഒരുതരം ഗസ്സാണ്. ഇതെന്താണ് മക്കളെ? ഇതെന്താണ്? നമ്മൾ ഊഹിക്കുകയാണ്. എന്ത് ചെയ്യാണ്? ഊഹിക്കുകയാണ് അല്ലെ, ഊഹിക്കുകയാണ്. ഓക്കെ, എന്താണ്? ഗസ്സാണ് മക്കളെ, ഊഹനമാണ്. എന്ത്? ഐ തിങ്ക് ദേ കുഡ് ഹാവ് ലോസ്റ്റ് ദെയർ വേ. എനിക്ക് തോന്നുന്നു അവരുടെ വഴി എന്താണ്, അവരെന്ത് ചെയ്തിട്ടുണ്ട്, അത് വഴി തെറ്റിട്ട് വരുന്നോണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് ലൈറ്റ് ആവുന്നത്. ഓക്കെ, ഇതിനടുത്തത് യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ ഇഫ് ഐ നീഡഡ് യുവർ ഹെൽപ്പ്. ഇതെന്താണ് മക്കളെ? ഒരു ചെറിയ പരിഭവങ്ങളൊക്കെ നമുക്ക് പറയാം അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? പരിഭവങ്ങൾ പറയണം. ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കുഡാണ് അല്ലെ, കഴിഞ്ഞു പോയി ഇനി ഒരു കാര്യമില്ല അത് പറഞ്ഞു കഴിഞ്ഞിട്ട്. ഒരു തരം റിഗ്രറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു തരം പരിഭവങ്ങളാണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? പറയാണ് എന്ത്, നീ അത് ചെയ്തെന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഒരു കാര്യമല്ല സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, നീ അത് ചെയ്തിരുന്നെങ്കിൽ, നീ അപ്പോൾ ചോദിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. ഇങ്ങനെ ഒരുതരം പരിഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. നോക്കാം. യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ ഇഫ് ഐ നീഡ് യുവർ ഹെൽപ്പ്. ഇഫ് ഐ നീഡഡ് യുവർ ഹെൽപ്പ് അല്ലെങ്കിൽ ഇഫ് ഐ നീഡഡ് ദ ഹെൽപ്പ് എന്തും പറയാം. ഓക്കെ, എനിക്ക് അവിടെ സഹായം വേണോ എന്ന് നീ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ. ഓക്കെ, ഇഫ് യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ, നീ എന്നോട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ, നീ എന്നോട് ചോദിച്ചില്ലല്ലോ, എന്ത്, നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. എന്ത് ചോദിക്കാമായിരുന്നു? ഇഫ് ഐ നീഡ് നിന്റെ സഹായം എനിക്ക് വേണോന്ന്, അല്ലെങ്കിൽ എനിക്ക് ആ ടൈമിൽ സഹായം വേണോന്ന് നിനക്കൊന്ന് ചോദിക്കാമായിരുന്നു. നമ്മൾ പറയാറില്ല മക്കളെ മലയാളത്തിൽ? ആ സെയിം സെന്റൻസ് തന്നെയാണ് ഇതും. ഓക്കെ, ദെൻ അടുത്തത് ഒരു പാസ്റ്റ് പോസിബിലിറ്റിയാണ്, കഴിഞ്ഞു പോയ സാധ്യതയാണ് അല്ലെ. ഒരു ആവശ്യമില്ല. ഓക്കെ, കഴിഞ്ഞു പോയി, ഇനി അതിനുള്ള ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല, പറയേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ഓക്കെ, എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പറയാണ്. പാസ്റ്റിലുള്ള ഒരു പോസിബിലിറ്റി, ഒരു പാസ്റ്റിലെ ഒരു സാധ്യതയെ കുറിച്ച് പറയാം.
they could have traveled by plane, but they didn't. എന്താണ് അവരെന്ത് ചെയ്തു? അവർക്ക് എന്ത് ചെയ്യായിരുന്നു? പ്ലെയിനിൽ വരാമായിരുന്നു. പഠിത്തിട്ടില്ല, അവർ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അവർ ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യായിരുന്നു? അവർക്ക് എന്ത് ചെയ്യുന്നു? പ്ലെയിനിലൊക്കെ വരാമായിരുന്നു. അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് ആ പരിപാടിയൊക്കെ വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്ത് നേരത്തെ എത്താമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? അവരത് ചെയ്തിട്ടില്ല. എന്താണ് അപ്പോ? ഒരു പാസ്റ്റ് പോസിബിലിറ്റി, ഒരു സാധ്യതയായിരുന്നു. എന്ത് സാധ്യതയായിരുന്നു? അവർക്ക് എന്ത് ചെയ്യായിരുന്നു? പ്ലെയിനിൽ വരാമായിരുന്നു. അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്യായിരുന്നു? അത് യൂസ് ചെയ്തിട്ടില്ല. അല്ലെ? അങ്ങനെ ഒരു സാധ്യത, പാസ്റ്റിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയാൻ എന്ത് യൂസ് ചെയ്തു മക്കളെ? പാസ്റ്റ് പോസിബിലിറ്റിയിൽ എന്ത് യൂസ് ചെയ്തു? കുഡ് യൂസ് ചെയ്തു. ഐ മീൻ കുഡ് ഹാവ് യൂസ് ചെയ്തു. ഓക്കെ, ദെൻ അനദർ എക്സാമ്പിൾ, I couldn't have done it without. ഇങ്ങനെ പാസ്റ്റ് പോസിബിലിറ്റി പറയുമ്പോൾ നമ്മൾ കൂടുതലും എന്ത് പറയുന്നറിയോ? നെഗറ്റീവിലാണ് പറയാ. couldn't. ഓക്കെ, could not എന്ന് തന്നെയാണ്. could not, couldn't എന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ. couldn't എന്ന് പറഞ്ഞാൽ എന്താണ്? could not. ഓക്കെ, ഇങ്ങനെ പാസ്റ്റ് പോസിബിലിറ്റി പറയുമ്പോൾ നമുക്ക് അധികം നെഗറ്റീവ് യൂസ് ചെയ്യാറുണ്ട്. അധികം നെഗറ്റീവ് ആണ് ഈ പാസ്റ്റ് പോസിബിലിറ്റി പറയുമ്പോൾ യൂസ് ചെയ്യാം. നോക്കാം. I couldn't have done it without your help. I couldn't have done it without your help. എന്താണ്? നിന്റെ ഹെൽപ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? I couldn't have done. ഞാൻ അത് എന്ത് ചെയ്യില്ലായിരുന്നു? അത് എനിക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്ത് തീർക്കാൻ കഴിയില്ലായിരുന്നു നിന്റെ ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ. ഓക്കെ, വിത്തൗട്ട് യുവർ ഹെൽപ്പ്. ഓക്കെ, നെക്സ്റ്റ് വന്ന് അടുത്ത് നോക്കാം. ഇതും ഒരു എന്താണ്? പാസ്റ്റ് പോസിബിലിറ്റി തന്നെയാണ് കേട്ടോ. വി കുഡന്റ് ഹാവ് വൺ ദ മാച്ച്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വി കുഡന്റ് ഹാവ് വൺ ദ മാച്ച്. നമുക്ക് ആ മാച്ച് ജയിക്കാൻ സാധിക്കില്ലായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇഫ് യു ഹാഡ് ഇൻ ട്രെയിൻഡ് സോ വെൽ. നമ്മളെ ഇത്രയും നന്നായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലായിരുന്നു മക്കളെ? കുഡിൻ ഹാവ് വൺ. ഒരു പാസ്റ്റ് പോസിബിലിറ്റിയെ കുറിച്ചാണല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? വൺ ചെയ്യില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് കുഡ് ഹാവ് കാണുമ്പോൾ ഈ ഒരു സാധ്യതകളിലൊക്കെ തന്നെയാണ് കുഡ് ഹാവ് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് പോസിബിലിറ്റി പറയാന്, അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പരിഭവങ്ങള്, ഊഹങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? കുഡ് ഹാവ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്താണ്? ക്ലിയർ ആണ്. ക്യാൻ, കുഡ്, കുഡ് ഹാവ് വളരെയധികം യൂസ് ചെയ്യുന്നത് ഒന്നാണ്. വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു മോഡൽ ഓക്സിലറി ആണ് എന്ത്? ക്യാൻ. ക്യാനിന്റെ യൂസ് ആണ് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത്. എന്താണ്? എബിലിറ്റി ഉണ്ട്, കഴിവുകൾ പറയണം. അതുപോലെ തന്നെ എന്താണ്? റിക്വസ്റ്റ്, പെർമിഷൻ, പോസിബിലിറ്റി, അല്ലെ? ഇതൊക്കെ കുഡ് വെച്ചിട്ടും പറയാം, മോർ പൊളൈറ്റ് ആവും എന്ന് മാത്രമേ ഉള്ളൂ. സോ ക്യാനിന്റെയും കുഡിന്റെയും യൂസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണുക. കുറച്ചൊക്കെ സ്വന്തമായിട്ട് നിങ്ങളുടെ എബിലിറ്റികളൊക്കെ പറയുമ്പോൾ ഇനി എന്ത് യൂസ് ചെയ്യുക? ക്യാൻ യൂസ് ചെയ്യുക. പാസ്റ്റ് എബിലിറ്റി ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യുക? കുഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മോഡൽ ഓക്സിലറി വെർബുമായിട്ട് വീണ്ടും കാണാം.